അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 8 ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോടാണ് കേട്ടോ. ഇനി വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് പോകണം. രാവിലെ സരോവരം ബയോ പാർക്കിലേക്കൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കോഴിക്കോടിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഈസി ബെഡ്സ് എന്ന് പറയുന്നൊരു ഡോർമെട്രിയിലാണ് കേട്ടോ. ഏകദേശം 270 രൂപയ്ക്ക് നമുക്ക് ഒരാൾക്ക് ഇവിടെ താമസിക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വൈകുന്നേരം ഇനി കോഴിക്കോട് ബീച്ചിലോട്ട് പോകണം. ഇന്നലെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മഴ പെയ്തു, അങ്ങനെ അത് ഫ്ലോപ്പായി. പിന്നെ രാത്രി ഞാൻ പോയായിരുന്നു. രാത്രി വീഡിയോ എടുക്കാനൊരു മൂഡില്ലായിരുന്നു. ഒന്ന് അടിച്ച് പൊളിച്ച് രാത്രി 11 മണി വരെ ബീച്ചിൽ നിന്ന് കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇനി എന്തായാലും നേരെ കോഴിക്കോട് ബീച്ചിലെ കാഴ്ചയിലേക്ക് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ താമസിച്ച ഡോർമെട്രിയിൽ നിന്ന് അത്യാവശ്യം ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെയും ഇന്നും ഇവിടെയാണ് സ്റ്റേ. ഇവിടെ നിന്ന് നാളെ രാവിലെ വേണം ഇവിടെ നിന്ന് കണ്ണൂർക്ക് പോകാനായിട്ട്. ബൈക്ക് ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ക്യാമറ ഗോപ്രോ ഒന്നും എടുത്തിട്ടില്ല, മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. അയ്യോ, ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം. നൈറ്റ് പറ്റുവാണെങ്കിൽ മിഠായി തെരുവിലൊന്ന് പോകണമെന്നൊരു പ്ലാനുണ്ട്. നോക്കട്ടെ, സെറ്റാവുമോ നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ബീച്ചിലെത്തി. ഇവിടെ ഇരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഓരോരോ കല്ലിൽ ഓരോരോ സംഭവങ്ങൾ, ഓരോ രൂപങ്ങൾ പോലെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാണെങ്കിൽ അപ്പുറത്ത് വേറെ ഒന്നായിരിക്കും, കാണിച്ചു തരാം. സമയം 4:45 ആയതേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വൈകുന്നേരം വീണ്ടും നൈറ്റ് ലൈഫിന് വേണ്ടി വീണ്ടും തിരിച്ചു വന്നു. ഇതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ രാവിലെ ഈ വൈകുന്നേരം എടുക്കുന്ന വീഡിയോ, സൂര്യാസ്തമയത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ സെൻഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് നൈറ്റിലുള്ളതും കൂടെ ചേർത്ത് വീഡിയോ ആക്കി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ കോഴിക്കോട് DTPC നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ വരാൻ പറ്റും കേട്ടോ. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ സ്ഥലം ആരുടെ നിന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ വേണമെങ്കിലും ഇപ്പം എത്തിപ്പെടാൻ പറ്റും. ഞാനിപ്പോൾ കോഴിക്കോട് നമ്മുടെ സ്ലോട്ടിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. സൂര്യാസ്തമയം കാണണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് സൂര്യാസ്തമയം ഇല്ലെന്ന് തോന്നുന്നു. മേഘങ്ങൾക്കിടയിൽ സൂര്യൻ ഒളിച്ച് കിടക്കുക. എടാ ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ പറ്റുമല്ലേ? ഓ, അകത്തുള്ള വേസ്റ്റ് വെള്ളം വരുന്നുണ്ടോ? കടൽ വിജൃംഭിച്ചു പോയി. ഈ ഇരിപ്പിടം ഒരു കപ്പലിൻ്റെ ആകൃതിയുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീച്ച് ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം സമയം ഒരു 6 മണിക്കടുത്തായി, 5:30 കേട്ടോ. ഇത്രയും നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി. വണ്ടി എവിടെ വെച്ചു എന്ന് ഓർക്കുക. കാരണം എനിക്ക് ഈ ബൈക്ക് വയ്ക്കുന്ന സ്ഥലം മറന്നു പോകുന്ന ഒരു പതിവ് ശീലം പണ്ടേ ഉള്ളതാണ് ഈ വലിയ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇപ്പോഴേ ഈ റോഡ് അങ്ങ് അപഹരിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ കോഴിക്കോട് ബീച്ച് ഉണർന്നു. ഞാനും ഉണരട്ടെ. സൂര്യാസ്തമയം എന്തായാലും കാണാൻ പറ്റും. ഇനി എന്തായാലും 5 രൂപയുടെയും 10 രൂപയുടെ കടിയൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു പോകണം. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണല്ലോ മസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ ഫ്ലോട്ടാണെന്നാണ് തോന്നുന്നത്. ശില്പനഗരം, ബിഗിനിങ് ഓഫ് ദി എൻഡ്. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങി. പിള്ളേരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ചോട്ടാ ഭീമൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. വേണ്ട, വീട്ടിൻ്റെ എവിടെ ആയിരുന്നെങ്കിലും വാങ്ങിക്കായിരുന്നു ചോട്ടാ ഭീം. ഈ ഒരു കോഴിക്കോട് ബീച്ച് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ കാരണം ഒരു 3 വർഷം മുന്നേ ഞാനിവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നായിരുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെമി ഫൈനൽ നമുക്ക് ഗ്രൗണ്ടിൽ പോയി കാണാൻ പറ്റില്ല. ഇവിടെ പ്രൊജക്ടറിൽ കളിയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കളി കാണാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു പേഴ്സ് മിസ്സായി. ഞാൻ അപ്പോൾ ഡോർമെട്രിയിൽ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ച് ഇങ്ങ് വന്ന ഒരു സമയമായിരുന്നു. ഡോർമെട്രിയുടെ ചീട്ട് എല്ലാം അതിനകത്ത്, ATM കാർഡ് അതിനകത്തായി പോയി. അങ്ങനെ എല്ലാം, ഒരു കോൺടാക്റ്റ് നമ്പർ, ID കാർഡ് ഒന്നും അതിനകത്തില്ലായിരുന്നു. അങ്ങനെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുന്ന അവരുടെ കയ്യിൽ ഒരു പയ്യനെടുത്ത് കൊടുത്തു.
അങ്ങനെ അവരെന്നെ വിളിച്ച് ഞാൻ വന്നു എൻ്റെ പേഴ്സ് തിരിച്ചെടുത്തത് കേട്ടോ. ഏകദേശം 8 മണി ആയപ്പോഴാണ് എനിക്ക് ആ പേഴ്സ് തിരിച്ചു കിട്ടിയത്. ആ പേഴ്സ് തിരിച്ചു കിട്ടിയതിന് ശേഷം 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് കോഴിക്കോട് വിങ്ങിൻ്റെ കൂടെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് കളി കാണാൻ ഞാനും പോകുന്നുണ്ട്. ലൈഫിലൊരു സന്തോഷമുള്ളൊരു നിമിഷമൊക്കെയാണ് കേട്ടോ അതൊക്കെ. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഓരോരോ സംഭവങ്ങൾ. അതാണ് ഓരോ യാത്രയും നമുക്ക് ബാക്കിയാക്കുന്നത്. ഇവിടെയും നമുക്ക് അടുത്തൊരു സ്ലോട്ട് കാണാം, ഐ ലവ് കോഴിക്കോട്. അങ്ങനെ നമ്മളിനി ബീച്ചിലോട്ട് ഇറങ്ങാൻ പോകണം. ഫ്ലൈറ്റ് പോകുന്നു. ഇനി നേരെ നമ്മുടെ അടുത്ത യാത്ര ബീച്ചിനകത്തേക്ക്. അടിപൊളി. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉപ്പിലിട്ടതും നമ്മുടെ ഐസുരുന്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നേരത്തെ നമ്മളൊരു 3 വർഷം മുന്നേ ഇവിടെ വന്നായിരുന്നു. അന്ന് ഒരു 10, 20, 25 കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല വെറൈറ്റിയിൽ പല രീതിയിൽ ഒരുപാട് കടകൾ. ഈ ഒരു സമയം പഴയ പ്രണയത്തിൻ്റെ കാലഘട്ടം ഓർത്തു പോവുകയാണ്. സ്റ്റീൽ മോതിരം, മാല, കീച്ചെയിൻ എന്നിവയിൽ പേരെഴുതി കൊടുക്കുന്നു. നമ്മൾ നേരത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ടൂറൊക്കെ പോകുന്നത് എന്ന് വെച്ചാൽ ബൈക്കൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ആ സമയത്ത് യാത്രയൊക്കെ ഈ മാപ്പൊക്കെ വരുന്നതിനൊക്കെ മുന്നേ ആ സമയത്തൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ലവറിന് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു സംഭവമാണ്. അടിപൊളി. മറ്റേ സെൽഫി സ്റ്റിക്ക്, റീൽസ് ചെയ്യുന്ന സെൽഫിയുടെ സ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് വന്നു അല്ലേ. അടിപൊളി. എത്ര രൂപയാണ് ഏട്ടാ? അതേന്ന് എത്ര രൂപ? 50 ഒരു വീഡിയോയ്ക്ക്. അടിപൊളി. ഒരു വീഡിയോയ്ക്ക് 50 രൂപ. വെറുതെ 50 രൂപ കളയാനൊന്നും നമ്മളില്ല. ഇങ്ങനെയുള്ള ഒരു ഡെസ്റ്റിനേഷൻ മാത്രം നമ്മൾ കവർ ചെയ്യണം എന്ന് വിചാരിച്ച് വരുവാണെങ്കിൽ നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യും. ഈ ഒരുപാട് ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ എൻജോയ് ചെയ്യാറില്ല. അതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ മ്യൂസിയം മാത്രമാണ് പോകുന്നതെങ്കിൽ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കും. ഇനി ഐശ്വര്യം ചെയ്യാവാം കുറച്ച്. മധുര ശരി, എരിവൊന്നും വേണ്ടെന്നോ. ഇതൊക്കെ കോഴിക്കോടുള്ള സ്പെഷ്യൽസാണ്. അച്ചാറ്, തണ്ണിമത്തൻ. ആ ഐസുരുന്തി, മാങ്ങ, പപ്പായ, വെള്ളരിക്ക. ഇത് പേരയ്ക്കാണെന്ന്. മാങ്ങ, വീണ്ടും മാങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, പുറുത്തുച്ചക്ക. എൻ്റെ പൊന്നെ ഇല്ലാത്ത വെറൈറ്റി. ഇത് വേറെന്തോ ഒരു സംഭവം, അമ്പഴങ്ങ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. വീണ്ടും മാങ്ങ, പുറുത്തുച്ചക്ക. ഇവിടെ തണ്ണിമത്തനും വെള്ളരിക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ, പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടതുണ്ട്, മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ബീട്രൂട്ട്. ആഹാ അടിപൊളി. ഈ വണ്ടി കണ്ടോ, സെറ്റല്ലേ? ഈ വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അടുത്തൊരു കാര്യം, നേരത്തെ കേരളത്തിൽ മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ കട നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹിന്ദി അറിയാതെ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ കടകളിലും നിൽക്കുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. അങ്ങനെയല്ലേ പറയാവൂ, അതിഥി തൊഴിലാളികളാണ്. പാട്ടൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോൾ വൈകുന്നേരം ചായക്കടയൊക്കെ ഓണാവും. പിന്നെ ബാക്കിയുള്ള വെറൈറ്റി കല്ലുമ്മക്കായ, അത് ഇത് അങ്ങനെ എല്ലാ പരിപാടിയും ഇനി ഓണാവും. ഇവിടെ വന്ന് കുളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീണ്ടും അടുത്ത യാത്ര പോകാനുള്ളതാണ്. ഈ ലോങ് ഡ്രൈവിലൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കുളിക്കാറില്ല. വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുളിക്കും. ഇത് കടലിലെ മണൽ ശരിയാകത്തില്ല, കാരണം വേറെ ഡ്രസ്സൊക്കെ ഇനി അങ്ങ് റൂമിലായിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നൊക്കെ ഈ ഐസുരുന്തി, നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. കാരണം അധികം ദിവസമൊന്നും ഇതിരിക്കത്തില്ല. മാക്സിമം 2-3 ദിവസം കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം വിറ്റ് തീരും. വിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത് പുതിയതായിരിക്കും അവർ. പിന്നെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. ഈ കോഴിക്കോട് ബീച്ചിലും നമ്മുടെ തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേക സംഭവമാണ്. പിന്നെ തിരുവനന്തപുരത്തെ മാനവീയം വീതി, ഇവിടെയൊക്കെ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ
ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരും. ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ മക്കളെ കൊച്ചുമക്കളെയും എല്ലാവരെയും കൊണ്ട് ഇവിടെ വരും. എന്നിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ കുറേ സമയം അങ്ങ് ടൈം സ്പെൻഡ് ചെയ്യും. അതൊരു വളരെ മനോഹരമായ സന്തോഷമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിതെല്ലാം. മാടപ്രവീവ പറഞ്ഞ നീ എൻ്റെ കൂടെ എനിക്കാണെങ്കിൽ കൂട്ടില്ലാതിരിക്കുമോ സംസാരിക്കാനൊന്നും? നീ പറഞ്ഞ ഇല്ല, തൽപര കക്ഷിയല്ല. സൂര്യൻ തെളിഞ്ഞു നിന്ന് തുടങ്ങി. ഉടനെ അസ്തമിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ കടലിലൊന്നും അങ്ങനെ അധികം ഇറക്കത്തില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ വലിയ താഴ്ചയൊന്നുമില്ല. നമ്മുടെ അവിടെ കോവളം ഉണ്ടല്ലോ, കോവളം ബീച്ചിൽ നേരത്തേക്കെന്ന് പറയുമ്പോൾ നല്ല താഴ്ചയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിനകത്ത് നിന്നിട്ട് ഈ തിരയുടെ മുകളിൽ ഡൈം അടിച്ചൊക്കെ ചാടാൻ പറ്റുമായിരുന്നു. ഇപ്പം ഡൈം അടിച്ച് ചാടിയ കഴുത്ത് ഓടിഞ്ഞ് കൈയും തലയും എല്ലാം ഓടിഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കും. കാരണം അത്രമാത്രം വെള്ളം കുറവാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കന്യാകുമാരി ബീച്ചിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വെള്ളം തീരെ കുറവാണ്. നമ്മളിത്തിരി താഴത്തോട്ട് പോവുകയാണെങ്കിൽ കോസ്റ്റ് ഗാർഡൊക്കെ അടിയും തന്ന് ഓട്ടിക്കുകയും ചെയ്യും. കവളി മടൽ വെട്ടി അടിക്കും ഗൈസ്. എന്തായാലും ഒരു പേരക്കടി വാങ്ങിച്ചു കഴിക്കാം. ബ്രോ ഒരു പേരക്ക എടുക്കാനാ? ഇതിൽ നിന്ന് എടുക്കട്ടെ. പിടിച്ചില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് പപ്പായ. നമ്മുടെ അവിടെ പപ്പങ്ങ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കണം, അതാണ് ടാസ്ക്. അയ്യോ മുളക്, അയ്യോ പാടില്ല എണ്ണ, എരിവിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല ചേച്ചി. ഇപ്പോൾ വൈകുന്നേരം സമയമായി, പോലീസൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി പോലീസിൻ്റെയൊക്കെ അണ്ടറിലായിരിക്കും നമ്മൾ. പപ്പായൊക്കെ അരിഞ്ഞ് പീസാക്കി വയ്ക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിച്ചത്. ഞാൻ ഉപ്പിലിട്ടാണ് കഴിച്ചത്. ഉപ്പിലിട്ടത് 2 പീസേ കഴിച്ചുള്ളൂ, അത് മതി. കാരണം നാളെ രാവിലെ യാത്ര പോകേണ്ടതാണ്. പണി കിട്ടുകയാണെങ്കിൽ പണിയാവും. അടിപൊളി ഒരു ബോട്ട്, പ്ലാസ്റ്റിക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ട്. അതിൻ്റെ മുകളിൽ കുഞ്ഞു കിളികൾ വന്നിരിക്കുന്നു. മീനിൻ്റെ മോഡലിലുള്ളൊരു വേസ്റ്റ് ടിൻ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾ, ചായ കുടിക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇതിൽ കൊണ്ട് ഇടണം കേട്ടോ. കാരണം ഇതെല്ലാം നാളത്തേക്കുള്ള സഞ്ചാരികൾക്കും നമ്മൾ അയ്യോ കൊള്ളാം, പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ അവസ്ഥ. അങ്ങനെ നമ്മുടെ സൂര്യൻ കടലിനകത്തേക്ക് ഇതേ ഇറങ്ങിപ്പോകുന്നു. ഏകദേശം മണി ഒരു 6:30-ക്കകത്തായി. കോഴിക്കോട് ബീച്ചിലെ സൂര്യൻ അസ്തമിച്ച് വരികയാണ്. അയ്യോ നോക്കിക്കൊണ്ട് നിൽക്കിയ സൂര്യൻ കടലിൽ താഴ്ന്നു. ഇവിടെ കള്ള പൊങ്ങി വാടാ. ഇല്ല, ചതിച്ച് ഗൈസ്. ഒരുപാട് സഞ്ചാരികൾ ഈ സമയത്തും കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ തിരക്ക് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളായിട്ട് പോലീസ് പിടിക്കുമോ എന്തോ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് പുലിമുട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നടന്ന് അതുവരെ പോകണമെങ്കിൽ തന്നെ ഏകദേശം 1 മണിക്കൂർ അങ്ങോട്ടത്തേക്കുള്ള യാത്ര, 1 മണിക്കൂർ തിരിച്ചുള്ള യാത്ര. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ വിശക്കുന്നതാണെങ്കിൽ അടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി എക്സ്ട്രാ ഫുഡ് കഴിക്കേണ്ടി വരും അങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ പണ്ട് നമ്മുടെ റേഡിയോയിലൊക്കെ കേട്ടിരുന്ന ആ ഒരു സ്ഥലം, ആകാശവാണി കോഴിക്കോട്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ, അടിപൊളി. നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കണ്ട ഒരുപാട് കുഞ്ഞു പക്ഷികളാണ് കേട്ടോ. ഇത് കുറേ ഉണ്ട്, പറന്ന് വന്നിറങ്ങുന്ന കുറേ.
നൈറ്റ് കോഴിക്കോട്. ഈ കുഞ്ഞു കുഞ്ഞു കടകളെല്ലാം ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഉണർന്നു തുടങ്ങി. ഇനിയാണ് സഞ്ചാരികളുടെ പൊടിപൂരം കേട്ടോ. ഈ ഒരു കടലിൻ്റെ ആംബിയൻസും ഒരു തണുത്ത കാറ്റും ഈ ഫ്ലോട്ടിൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോ എടുക്കും. ഐ ലവ് കോഴിക്കോട്. സത്യം ഇതൊരു പ്രത്യേക വൈബാണ്. ഒരുപാട് മനുഷ്യർ ജീവിക്കാൻ മറക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു തീർക്കുന്ന കുറേ മനുഷ്യർ. അതാണ് നമ്മുടെ ഈ കോഴിക്കോട് ബീച്ചിൽ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും നാളെ അടുത്തൊരു യാത്രയുമായി നമുക്ക് കാണാം. അതുവരെ സീ യു സൂൺ.